മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ 2018-23 കാലഘട്ടത്തിലെ ഭരണസമിതി അനധികൃതമായി നിയമിച്ച 7 ജീവനക്കാരെ സഹകരണ രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. താൽക്കാലിക നിയമനം എന്ന മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അന്നത്തെ ഭരണസമിതി നിയമനം നൽകിയ അറ്റൻഡർ ജിബി ചാലിൽ, സെയിൽസ്മാൻ അശ്വിൻ, നൈറ്റ് വാച്ച്മാൻമാരായ ജിഷ്ണു, ജലീൽ, പാർട്ട് ടൈം സ്വീപ്പർമാരായ റജീന, സജിന എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റർ പിരിച്ചുവിട്ടത്. അന്നത്തെ ഭരണസമിതിയിലെ 5 UDF അംഗങ്ങൾ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ പരാതിയുടെയും അവർ ഹൈക്കോടതിയെ സമീപിച്ച് നേടിയെടുത്ത ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. അനധികൃത നിയമനം നടത്തിയ 2018-23 കാലത്തെ ഭരണസമിതിയിലെ 8 ഡയറക്ടർമാരും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന NP ഷംസുദ്ദീൻ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായി അന്വേഷിച്ചത്. ഹൈക്കോടതിയിലും ആർബിട്രേഷൻ കോടതിയിലും ഉദ്യോഗാർത്ഥികളും സഹകാരികളും ഡയറക്ടർമാരും ഫയൽ ചെയ്ത വിവിധ കേസുകളിൽ ബാങ്കിൽ നിയമനങ്ങൾ നടത്തുന്നതിന് സ്റ്റേ ഉത്തരവ് ഉണ്ടായിരുന്നു. അന്വേഷണ കാലയളവിൽ നിയമനം പാടില്ലെന്ന് സഹകരണ രജിസ്ട്രാർ ഒന്നിലധികം ഉത്തരവിട്ടിരുന്നു. ഇത് ധിക്കരിച്ചാണ് ഹൈക്കോടതിയിലേക്കുള്ള കേസുകളിൽ അന്തിമവിധിക്ക് വിധേയമായി താൽക്കാലികമായി നിയമിക്കാൻ തീരുമാനിച്ചു എന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അന്നത്തെ ഭരണസമിതി 7 പേരെ നിയമിച്ചത്. നിയമനത്തിന് സഹകരണ വകുപ്പിന്റെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കെ കോഴ വാങ്ങി നിയമനം നടത്തി UDF ഭരണസമിതി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയായിരുന്നു. ബാങ്കിലെ ഡയറക്ടറായിരുന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവ് OK ബൈജു കൈപ്പറ്റിയ 8 ലക്ഷത്തോളം രൂപ തിരിച്ചുപിടിക്കണമെന്ന വിജിലൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സഹകരണ സംഘങ്ങൾക്കായി കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു. സേഫ് ലാൻഡ് സൊല്യൂഷൻസ്, അങ്കമാലി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8943343084 94475838663.